ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടെൽ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ഗ്രാമർ സെഗ്മെൻ്റ് എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഐഡിയ ഇതുവരെയായിട്ടും ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവത്തില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് റൈറ്റ് നൗ. ആർട്ടിക്കിൾസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. സോ ആർട്ടിക്കിൾസിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ലെറ്റ് മീ ഗിവ് യു എ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട് എക്സാക്ട്ലി ആർട്ടിക്കിൾസ് എന്താണ്, വാട്ട് ആർ ആർട്ടിക്കിൾസ്, വാട്ട് ആർ ഇറ്റ്സ് യൂസേജ്, അതിലൊക്കെ കയറുന്നതിന് മുമ്പായിട്ട് ലെറ്റ് മീ ജസ്റ്റ് ഗിവ് യു വെരി സിമ്പിൾ എക്സാമ്പിൾ. മൈ ക്വസ്റ്റ്യൻ ഇസ്, India is actually, if you look, there is a northern side and there is a southern side. So southern ഭാഗത്തേക്കുള്ള ആളുകളുടെ ഫുഡ് രീതികളും അതുപോലെ നോർത്തേൺ ഭാഗത്തേക്കുള്ള നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഫുഡ് രീതികൾ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ കുക്കിംഗ് സ്റ്റൈലിനകത്ത് ദർ ഇസ് സംതിങ് ദാറ്റ് ഇസ് ഇൻവോൾവ്ഡ്. ആൻഡ് ഐ തിങ്ക് പ്രിറ്റി മച്ച് എല്ലാവർക്കും അറിയാം അത് എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. സോ ഇഫ് യു ഗോ ടു ദ നോർത്തേൺ സൈഡ് ദർ നോട്ട് മച്ച് ഇൻ ടു സ്പൈസി ഫുഡ്. അവർ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഫുഡുമായിട്ട് അങ്ങനെ സ്പൈസി അല്ല, ഐ വുഡ് സേ ഹോട്ട് ആയിട്ടുള്ള, അതായത് ഭയങ്കര എരിവുള്ള ഫുഡ് അവർ ഇച്ചിരി കുറവാണ് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ. സോ അല്ലെങ്കിൽ അവരുടെ എരിവെന്ന് പറയുന്നത് ബേസിക്കലി സദേൺ ആളുകളുടെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. നൗ അവർ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്വീറ്റ്നെസ് ടു ഓൾമോസ്റ്റ് എവറി കറീസ്. അവരുടെ എല്ലാ കറീസിനകത്തും ഒരു ഇച്ചിരി ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു, ആൻഡ് ഓൾസോ ദേ ആർ വെൽ നോൺ ഫോർ സ്വീറ്റ്സ്. ബട്ട് വെൻ യു കം ടു ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയുടെ ഒരു സദേൺ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ നോട്ടീസ് ദാറ്റ് ദ ഫുഡ് ഇസ് വെരി സ്പൈസി ആൻഡ് ഇറ്റ്സ് ഹോട്ട്. അതായത് ഭയങ്കര എരിവുള്ള കോട്ടയം മീൻകറി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയുക ഹൈപ്പ് കൊടുത്തിടുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര എരിവാണ്. സോ എരിവെന്ന് പറയുന്നത്, എരിവും പുളിയില്ലാത്ത സാധനങ്ങളെന്ന് പറയുന്നത് ഈ സദേൺ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദേ കോൾ ഇറ്റ് ബ്ലാൻഡ് ഫുഡ്, ഒരു വികാരമില്ലാത്ത ഫുഡെന്ന് വേണമെങ്കിൽ അതിനെ പറയാം. എന്ത് തരം ഫുഡ് ആയിക്കോട്ടെ, വെൻ യു ആർ ആഡിങ് സ്പൈസസിന് ഒരു ബാലൻസ് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് സോൾട്ടാണ്. ഈ സോൾട്ട് ചുമ്മാ അതങ്ങോട്ട് വാരിക്കോരി ഇടാൻ പറ്റത്തില്ല, മനസ്സിലായോ? ദർ ഇസ് എ വേ ടു ഡു ഇറ്റ്. അപ്പം ഈ കുക്കറി ഷോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കാണാൻ പറ്റും. കുക്കറി ഷോസിനകത്തൊക്കെ അവർ പറയുന്നത് ഈ സോൾട്ട് ആവശ്യത്തിന് ഇടുക, വേണ്ടുവോളം ഇടുക, അങ്ങനെ ഒരു കൃത്യമായ അളവിൽ ഇടാൻ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതായിട്ട്. സോ എപ്പോഴും സോൾട്ട് നമ്മുടെ ആവശ്യത്തിനാണ് ഇടേണ്ടത്. നൗ സോൾട്ട് കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? യു കാൺട്ട് ഈറ്റ് ദ ഫുഡ്, അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിലൊക്കെ പറയുന്ന കേൾക്കും, കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ചിട്ടാൽ മതിയല്ലോ, കൂടിപ്പോകരുത് എന്ന് പറയും. സോ സോൾട്ട് വളരെ പേടിച്ചാണ് വീടുകളിൽ ആളുകളുണ്ട്. എനിക്കൊന്ന് കുറച്ചുകൂടെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ ഭയങ്കര കോരി അങ്ങോട്ട് ഇടുന്ന കാണുമ്പോൾ നമ്മളങ്ങ് ഞെട്ടു, ഇങ്ങനെയൊക്കെ ഇടാവോ എന്ന്. ബിക്കോസ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ സോൾട്ട് ഭയങ്കര സൂക്ഷിച്ചാണ് ഇടുന്നത്. ബിക്കോസ് കൂടിക്കഴിഞ്ഞാൽ എനിക്കറിയാം കറി കുളവാകും, ഒരു പരിപാടി നടക്കത്തില്ല. സോ വളരെ സൂക്ഷിച്ചാണ് ഇടുന്നത്. ഇൻഫാക്ട് കുറച്ച് കുറഞ്ഞാൽ പോലും ഞാൻ കറി ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റൊക്കെ ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ ഒരു ശകലം കൂടെ ഇടുകയുള്ളൂ. സോ സോൾട്ട് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസും കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. സോ ഇതിനെ എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, അതായിരിക്കും ഇന്നത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുന്നത്. സോ ആർട്ടിക്കിൾസിനെ കുറിച്ച് ആദ്യമേ തന്നെ യു ക്യാൻ റൈറ്റ് ഡൗൺ ഇൻ യുവർ ബുക്ക് സെയിങ് ദാറ്റ് ആർട്ടിക്കിൾസ് ആർ നോൺ ആസ് എ സോൾട്ട് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഉപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഒരുപക്ഷെ നിങ്ങൾ ഏതും സെഗ്മെൻറ്റ്സിലൊന്നും കേട്ടിട്ടുണ്ടാവത്തില്ല. ഇത് ഞാൻ തന്നെ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണ്, ജസ്റ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും പറയുന്നതാണല്ലോ പിന്നീട് ഡെഫിനിഷൻസ് ആയി മാറുന്നത്. സോ സോൾട്ട് എന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് വി ക്യാൻ ലേൺ ഓർ വി ക്യാൻ സ്റ്റാർട്ട് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ആർ നോൺ ആസ് ദ സോൾട്ട് ഓഫ് ഇംഗ്ലീഷ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഈ കോൺസെപ്റ്റ് തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും. ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. ഇനി അടുത്തത് എന്താണ്? ആർട്ടിക്കിൾസ് രണ്ട് തരമാണുള്ളത്. ദർ ഇസ് എ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ദർ ഇസ് എൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഈ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ ബൈ ദാറ്റ്? Now, a definite article is something that you use when you want to specify something. നമ്മൾ എടുത്തു പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് എവ്രിബഡി ലവ്സ് ടു സ്പെസിഫൈ ഓൺ തിങ്സ്. സ്പെസിഫൈ ചെയ്യാതെ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനകത്തൊരു ഭയങ്കരമായ പ്രശ്നം വരുന്നുണ്ട്. ബിക്കോസ് സ്പെസിഫിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ക്ലാരിറ്റി ഇൻ വാട്ട് യു ആർ സേയിങ്, റൈറ്റ്? അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന ആള്, ഇന്ന ഡ്രസ്സിട്ട് വന്ന ആള്, ഇന്ന സാധനം എന്നൊക്കെ നമ്മൾ എടുത്തു പറയുമ്പം അങ്ങനത്തെ ഒരു സ്പെസിഫിക്കേഷൻ, ഒരു പെർട്ടിക്കുലാരിറ്റി കാണിക്കുന്ന സ്ഥലങ്ങളിലാണ് വി ഹാവ് ടു യൂസ് എ ഡെഫിനിറ്റ്
article, and there is only one definite article in this whole wide world, and that is none other than the, or the, or the, as you say accordingly. So definite article the avada nilkate, allengil the and the avada nilkate. Let's go to the indefinite articles, which is the a and an. So mottham namukku 3 articles aanullathu, the, a, an. Let's go for a and an. Enganeyana, how to use a and an? Very simple. സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ ഐ വിൽ ജസ്റ്റ് ടെൽ യു വാട്ട് വാസ് ടോട്ട് ഇൻ സ്കൂൾസിൽ ടീച്ചേഴ്സ് പറയുന്നത്, എ എന്ന് പറയുന്നത് എല്ലാ കോൺസണൻസിൻ്റെ കൂടെ, അതായത് വവൽസ് ചോദിക്കും, പിള്ളേർ പറയും എ, ഇ, ഐ, ഒ, യു. ഓക്കെ, ഫൈൻ. എല്ലാ വവൽസിൻ്റെയും വവൽ കൊണ്ട് തുടങ്ങുന്ന എല്ലാ അക്ഷരങ്ങളുടെ മുൻപിൽ നിങ്ങൾ ആൻ ചേർക്കണം. വവൽസ് അല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളുടെ കൂടെ എ ഉപയോഗിക്കണം. വെരി സിമ്പിൾ, ഭയങ്കര സിമ്പിളായിരുന്നു. 1 മണിക്കൂറത്തെ ക്ലാസ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് പിള്ളേർക്ക് എല്ലാം അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. സോ അതോടുകൂടി ദാറ്റ് ഈസ് ഓവർ. ഓക്കെ, സോ സ്കൂൾസിൽ ടീച്ചേഴ്സ് പറയുന്നൊരു കാര്യമാണ്, വവൽസിൻ്റെ മുൻപിൽ നമുക്ക് ആൻ ഉപയോഗിച്ചാൽ മതി, വവൽ ലെറ്റേഴ്സിൻ്റെ മുൻപിൽ നമുക്ക് ആൻ ഉപയോഗിച്ചാൽ മതി. ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ ദാറ്റ് ദേ ഗിവ്. പക്ഷേ ദ പ്രോബ്ലം ഇസ്, ടീച്ചർ പിന്നീടിട്ട് ടെസ്റ്റ് പേപ്പറിനകത്ത് ഡാഷ് ഓറഞ്ച്, ഡാഷ് അംബ്രേല, ഡാഷ് ആപ്പിൾ ആൻഡ് ഡാഷ് യൂണിവേഴ്സിറ്റി എന്ന് തന്നതിൽ സ്റ്റുഡൻറ്റ് ഒരു ഡൗട്ടും ഇല്ലാതെ കുട്ടി എന്ത് ചെയ്തു, എല്ലാ വാക്കിൻ്റെ മുൻപിൽ ആൻ കൊണ്ട് ചേർത്തു. അപ്പം സ്റ്റുഡൻറ്റ് വളരെ ഹാപ്പിയാണ്, ബിക്കോസ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഫുൾ മാർക്സ് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴാണ് ടീച്ചർ പറയുന്നത് എല്ലാം ശരിയാണ്, അവസാനത്തെ യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ മാത്രം ആൻ ചേർത്തത് തെറ്റിപ്പോയി. അപ്പോൾ സ്റ്റുഡൻറ്റ് ചോദിക്കുക, പക്ഷേ മിസ് അങ്ങനെയല്ലല്ലോ പറയുന്നത്, മിസ് പറഞ്ഞല്ലോ ആൽഫബറ്റ് ആയിട്ടുള്ള വവൽ ആൽഫബറ്റ്സിൻ്റെ മുൻപിലെല്ലാം ആൻ ഉപയോഗിക്കാം, എ, ഇ, ഐ, ഒ, യു. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് UN അക്ഷരം കൊണ്ടല്ലേ തുടങ്ങുന്നത്. സോ ബേസിക്കലി ടെക്നിക്കലി ഇറ്റ്സ് കറക്റ്റ്. പക്ഷെ അന്നേരം ടീച്ചേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സസിലെ ടീച്ചേഴ്സ് പറയുന്നൊരു ഒരു റീസണാണ്, അത് എക്സെപ്ഷൻ കേസ് ആയതുകൊണ്ടാണ്. സോ എന്താണ് ഈ എക്സെപ്ഷൻ കേസ്? 2 കാരണത്താലാണ് പഴയ കാലത്ത് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. 1, അവർക്ക് അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. 2, ആ പ്രായത്തിൽ ഒരു പക്ഷേ നിങ്ങളോടത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് ഒരു ഗ്രാസ്പ് ചെയ്യാനുണ്ടാവുന്ന ഒരു എബിലിറ്റി ആ പ്രായത്തിൽ ഉണ്ടാവത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആ എക്സ്പ്ലനേഷൻ അവർ അന്നേരം തരാത്ത. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്തെ കാര്യങ്ങളല്ല, ഒരു 15 വർഷം ബാക്കിലോട്ടുള്ളവർ പ്രോബബ്ലി ആ ഒരു ടൈമിലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. ഗ്രാമർ ക്ലാസ്സസ് ആർ വെരി അഡ്വാൻസ്ഡ് ആൻഡ് സെക്ഷൻസ് ആർ ഗോയിങ് റിയലി വെൽ. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. സ്റ്റുഡൻസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗ്രാമറിൻ്റെ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് പഠിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. ഓക്കെ, സോ എന്ത് ചോദിച്ചാലും എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്ന ഒരു ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രവണത ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സോ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളവിടെ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ നമുക്ക് ആൻ ചേർക്കാൻ പറ്റാത്തത്? സി, ആൽഫബറ്റ്സ് കൊണ്ട് വവൽ ആൽഫബറ്റ്സിൻ്റെ മുൻപിൽ അല്ല ശരിക്കും പറഞ്ഞാൽ ആൻ ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയാൻ പോകുന്ന 5 ശബ്ദങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ആ, ഇ, എ, ഉ, ഓ. ഈ ശബ്ദം കൊണ്ട് തുടങ്ങുന്ന ഏത് വാക്കിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് ആൻ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് MLA എന്ന ഷോർട്ട് ഫോമിൻ്റെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം MLA. അതിലെ ആദ്യത്തെ ശബ്ദം നിങ്ങളൊന്ന് കേട്ടു നോക്കി, എ ശബ്ദമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൻ MLA എന്ന് പറയാം. പക്ഷേ ഇത് ഫുൾ ഫോം ആക്കി കഴിഞ്ഞാൽ മെമ്പർ എന്ന് പറയുമ്പോൾ മാ ശബ്ദമാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ എ ആണ് ഉപയോഗിക്കേണ്ടത്. സോ ആ, ഇ, എ, ഉ, ഓ എന്നീ ശബ്ദങ്ങളുടെ മുൻപിൽ മാത്രം, എന്നീ ശബ്ദങ്ങൾ കൊണ്ടുവരുന്ന ഏത് അക്ഷരങ്ങളുടെ മുൻപിലും ആൻ യൂസ് ചെയ്യാം. അതേസമയത്ത് ആ ശബ്ദങ്ങളിലല്ലാത്ത മറ്റെല്ലാ ശബ്ദങ്ങളുടെയും അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൂടെയും നിങ്ങൾക്ക് ഈ പറയുന്ന എ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. ഫാൻ. ആദ്യം കേൾക്കുന്ന ശബ്ദം എന്താണ്? ഫ എന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വവൽ ശബ്ദത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ 5 ശബ്ദങ്ങളിൽ വരാത്ത അക്ഷരം അല്ലെങ്കിൽ ശബ്ദം ആയതുകൊണ്ട് അതിൻ്റെ മുൻപിൽ നമുക്ക് ഫാൻ എന്ന് പറയാം. പക്ഷേ ഇതേ സാധനം എന്താ പറയുക, വേറൊരു രീതിയിൽ വന്നാൽ FM റേഡിയോ എന്ന് പറയുമ്പം എ ശബ്ദമാണ് അവിടെ വരുന്നത്. അവിടെ നമ്മൾ അതിൻ്റെ മുൻപിൽ ആൻ ചേർക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ.
സോ ദിസ് ഇസ് ഹൗ യു ആക്ച്വലി ഗോ ഫോർ എ ആൻഡ് ആൻ. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഗ്രാമറിൽ ഒരു 13, 14, 15 റൂൾസ് വായിച്ച് നിങ്ങൾ അതിനോടൊരു ആത്മാർത്ഥത പുലർത്തുന്നു. എനിക്ക് തോന്നുന്നു എളുപ്പ വഴികളിലൂടെയാണ് ഇന്നത്തെ സെഗ്മെൻറ്റ്സ് കൂടുതലും ശരിക്കും പറഞ്ഞാൽ വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നില്ല. സോ ആ, ഇ, എ, ഉ, ഒ എന്നീ ശബ്ദങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഇംഗ്ലീഷിലെ ഏത് അക്ഷരങ്ങൾ വന്നാലും അതിൻ്റെ മുൻപിൽ യു ക്യാൻ യൂസ് ആൻ. ആ പറഞ്ഞ 5 ശബ്ദങ്ങളിൽ അല്ലാത്ത ശബ്ദങ്ങളാണ് വരുന്നതെങ്കിൽ അത് വവ്വൽ അക്ഷരങ്ങളാണെങ്കിൽ കൂടി യു ക്യാൻ ആക്ച്വലി റൈറ്റ് എ. Simply you just, it's a very simple way of understanding a and an. The segment ഞാൻ അടുത്ത ക്ലാസ്സിലായിരിക്കും തരുന്നത്. പക്ഷേ for the time being this is what you have to figure out a and an. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ പോസ്റ്റ് ചെയ്യുക, വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുക. ആൻഡ് യു ക്യാൻ ഓൾസോ ആസ്ക് ഡൗട്ട്സ്, യു ക്യാൻ ക്ലാരിഫൈ തിങ്സ്. ഇഫ് യു വാണ്ട് ഐ ക്യാൻ ഈവൻ ഗിവ് യു ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസും ഒക്കെ തരാം. ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ഫോർ മോർ ഡൗട്ട്സ് below. That's a segment for today. That is articles part 1. We'll be doing articles part 2 നമ്മൾ അടുത്ത സെഗ്മെന്റിലായിട്ടായിരിക്കും ചെയ്യുന്നത് in the next session, in the next class. So till then, bye bye.